ആട് 3 10 വർഷം മുമ്പ് ഒരാളൊരു സിനിമ ഇറക്കുന്നു. അത് തിയേറ്ററിൽ വലിയ കളക്ഷൻ ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. പിന്നീട് ആ ഒരു സിനിമ സോഷ്യൽ മീഡിയകളിലൂടെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന കുറച്ച് കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നു. അവരുടെ തീം സോങ്ങുകൾ നമ്മൾ ഏറ്റെടുക്കുന്നു. ഇപ്പോഴും യൂട്യൂബ് ചാനൽ ഫ്രൈഡേ ഫിലിംസിൽ ഇവരുടെ ആദ്യത്തെ ഭാഗത്തെ ഓരോ കഥാപാത്രത്തിന്റെയും എൻട്രി സോങ്ങും എൻട്രിയും ഉണ്ട്. മില്യൺസ് വ്യൂ ആണ്. ആ ഒരു കഥാപാത്രങ്ങൾ നമ്മൾ ഏറ്റെടുത്ത്, മലയാളികൾ ഏറ്റെടുത്ത കഥാപാത്രങ്ങളാണ്. എനിക്ക് തോന്നുന്നു ആ സിനിമയിലെ അഭിനയിക്കുന്ന ആൾക്കാരുടെ ശരിക്കുള്ള പലരുടെയും പേര് പോലും നമുക്കറിയത്തില്ലായിരിക്കാം. പക്ഷെ അതിലെ കഥാപാത്രങ്ങളെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ അതേ കഥാപാത്രങ്ങൾ വീണ്ടും നമുക്ക് മുമ്പിൽ എത്തിയിരിക്കുകയാണ് ആട് 3യിലൂടെ. പക്ഷെ കഥ വേറെയാണ്. കഥ നമ്മൾ ചിന്തിക്കുന്ന ഒരു കഥയല്ല. കോമഡി ഉണ്ട്, ഫാന്റസി ഉണ്ട്, പക്ഷെ 2 യൂണിവേഴ്സിലുള്ള കഥയാണ്. ടൈം ലൂപ്പ് അല്ലെങ്കിൽ എന്താ ടൈം ട്രാവല്, ഇതുപോലെയൊക്കെയുള്ള 2 വ്യത്യസ്ത സമയത്ത് നടക്കുന്ന 2 കഥകൾ. അത് ട്രെയിലറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ സിനിമ കാണാത്തവർ സിനിമ പോയി കാണുക. കൊള്ളാം, വ്യത്യസ്തമായ ഒരു സിനിമ എന്ന നിലയിൽ, ഇഷ്ടപ്പെടുന്ന നമ്മളെ പഴയ കഥാപാത്രങ്ങളെ ഒന്നുകൂടി കാണാം എന്ന നിലയിൽ നമുക്ക് പോയി കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ്. തമാശകളുണ്ട്, അവരുടെ എല്ലാം പഴയ എൻട്രികൾ തിരിച്ചു കിട്ടുന്നുണ്ട്. കഥ വേറൊരു രീതിയിലേക്കാണ് പോകുന്നത്. ആ കഥ നമുക്ക് മനസ്സിലാക്കി എടുക്കാനും ആ കഥയിൽ തമാശകൾ കൊണ്ടുവരാനും ഒക്കെ വലിയ പാടാണ്. ഒരു മിസ്റ്ററി ആയിട്ടുള്ള ഒരു കഥയല്ലേ. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന ഒരു തമാശകൾ, ഇത്തരത്തിലുള്ള സിനിമകളിൽ തമാശകൾ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പൊ തമാശ, മിസ്റ്ററി, അതോടുകൂടെ അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്താ പറയാ, നമുക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ, അവരുടെ തീം സോങ്ങുകൾ, അവർക്കുണ്ടായ കാര്യങ്ങൾ, പിന്നീട് അവര് പഴയ കാലത്തിൽ എന്തായിരുന്നു എന്നൊക്കെയുള്ള ഒരു സിനിമ. അപ്പം ആ ഒരു നിലയിൽ നിങ്ങൾ എല്ലാവരും പോയി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആട് 3. പിന്നെ പലർക്കും പല അഭിപ്രായമാണ് തിയേറ്ററിൽ തന്നെ. ഈ പറയുന്ന കഥാപാത്രങ്ങൾ വരുമ്പോഴുള്ള കയ്യടിയും അവര് പറയുന്ന ചില കാര്യങ്ങൾക്കുള്ള തമാശകളും ചിരികളും പൊട്ടിച്ചിരികളും എല്ലാം നമുക്ക് തിയേറ്ററിൽ, ഞാൻ ഉണ്ടായിരുന്ന തിയേറ്ററിൽ അത്യാവശ്യം ആൾക്കാർ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും എല്ലാവർക്കും ഒരു കഥ അങ്ങോട്ട് ഇതാവാത്ത പോലെ. പക്ഷെ വ്യത്യസ്തമായ ഒരു കഥയാണ് എനിക്കങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം സിനിമ കാണാത്തവർ പോയി സിനിമ കാണുക. ഞാൻ ചുമ്മാ കഥയെക്കുറിച്ചൊന്ന് പറയാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഇനി അങ്ങോട്ട് ഈ വീഡിയോ കാണണ്ട. സിനിമ കണ്ടിട്ടില്ലാത്തവർ സിനിമ കാണാനുള്ള ഒരു സിനിമ ഉണ്ടെന്ന് ഞാൻ വീണ്ടും പറയുന്നു. പോയി കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. മോശമായാലും നല്ലതായാലും കാശുണ്ടാക്കുന്നവർ കാശുണ്ടാക്കുന്നുണ്ട്. പ്രൊഡ്യൂസർക്ക് കിട്ടേണ്ടത് പ്രൊഡ്യൂസർക്ക് കിട്ടുമോ ഇല്ലയോ നമുക്കറിയത്തില്ല. എന്ത് തന്നെയാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കഥാപാത്രങ്ങളെ വീണ്ടും മറ്റൊരു വ്യത്യസ്തമായ കഥയിലൂടെ കാണാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. എല്ലാ കഥാപാത്രങ്ങളും അതിഗംഭീരമായിരുന്നു. പക്ഷേ ധർമ്മജന്റെ കഥാപാത്രത്തിന് എന്തോ കുറച്ച് ഓവറായിട്ട് തോന്നി. പാസ്റ്റിലും പ്രസന്റിലും എല്ലാം ഉണ്ട് അദ്ദേഹം. അപ്പം അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് സെയിം അഭിപ്രായം ആവണം എന്നില്ല. എന്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. പിന്നെ അറക്കൽ അബുസാറിന്റെ ആ ഒരു എൻട്രി ഭയങ്കര സ്വാഗ് ആയിരുന്നു. വീണ്ടും വീണ്ടും ആ മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. അതുകൂടാതെ എന്റെ പ്രിയപ്പെട്ട എപ്പോഴും ഡ്യൂഡാണ്, ദാമോദർ നന്ദി മകൻ ദിൽമാൻ ഇടക്കൊച്ചി. വേറെ ലെവലായിരുന്നു. ഞാൻ ഒരുപാട് ചിരിച്ചു. പുള്ളിയുടെ ആ കൊച്ചി സ്ലാങ് ഒക്കെ ഭയങ്കരമായിട്ട് അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു എന്താ പറയാ, അതായത് ഫസ്റ്റ് ഹാഫിന് ശേഷമാണ് ഡ്യൂഡ് സാറിനെ കൂടുതലായിട്ടും കാണിക്കുന്നത്. അപ്പൊ എന്താ പറയാ, ഡ്യൂഡ് സാറിന്റെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ചിരിക്കാനും തിയേറ്ററിലുള്ള ആൾക്കാരുടെ ഒരു റെസ്പോൺസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവർക്കും അത് എൻജോയ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, വേറെ നമ്മുടെ സാത്താൻ സേവിയറിന്റെ ടീം, അവര് ഈ പറഞ്ഞ പോലെ വീണ്ടും പണ്ടത്തെ അല്ല നീലക്കൊടുവേലിയും അതുപോലെയൊക്കെയുള്ള വേറൊരു കൊടുവേലി ഇതിനകത്തും ഉണ്ട്. അത് അന്വേഷിച്ച് ഇതിനകത്തൊരു എപ്പോഴും ഒരു അമൂല്യമായ ഒരു സാധനം അന്വേഷിച്ചു പോകുന്ന ഒരു കഥയാണല്ലോ. അങ്ങനെ ഈ പറഞ്ഞ പോലെ അമൂല്യമായ സാധനങ്ങൾ അന്വേഷിച്ചു പോയി അത് കണ്ടെത്തി ആ ഒരു അമൂല്യ സാധനത്തിനെ കണക്ട് ചെയ്യുന്ന ഒരു പഴയ സ്റ്റോറി, അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ വരുന്ന പുതിയ സ്റ്റോറി, വരുന്ന കുറെ കഥാപാത്രങ്ങൾ. ഒരു മദാമയുണ്ട്, രസകരമാണ് മദാമ, ഭയങ്കര രസമുണ്ട്. ഭയങ്കര അടിപൊളി ഫൈറ്റും കാര്യങ്ങളും ഒക്കെയാണ് അവർ ചെയ്യുന്നത്. പിന്നെ സിനിമ എടുത്തേക്കുന്ന ഭയങ്കര സ്കെയിലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പൈസ കൊടുത്ത് പൈസ പൊട്ടിച്ച് തന്നെയാണ് സിനിമ ചെയ്തേക്കുന്നത്, അവർ പറഞ്ഞ പോലെ തന്നെ. അപ്പം
ആ ഇറക്കിയ പൈസ അവർക്ക് തിരിച്ചു കിട്ടുമോ എന്നുള്ള എനിക്കറിയത്തില്ല. നമ്മൾ ആ കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെട്ടാണ് ഈ സിനിമ പോയി കാണുന്നത്, അല്ലാതെ ഈ കഥ എന്തെന്ന് അറിഞ്ഞിട്ടല്ല അന്നും പോയിട്ടുള്ളത് ഇന്നും പോയിട്ടുള്ളത്. പക്ഷെ ആ ഒരു കഥയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഈ സിനിമയ്ക്കകത്ത് കാണത്തില്ല. പണ്ടത്തെ കഥകളിലെ ചില പോയിന്റ്സ് ഉണ്ട്, ഇപ്പൊ നടുവെട്ടി വീഴുന്ന, അത് നടുവെട്ടാൻ കാരണമായ കാര്യങ്ങള്, അങ്ങനെ കുറെ ആ പഴയ പ്രണയം, അങ്ങനെ കുറെ, ഞാൻ മൊത്തത്തിൽ പറയുന്നില്ല, എല്ലാം കൂടെ കണക്ട് ചെയ്ത് ഒരു സിനിമയാണ് ആട് 3. 100-ലൊരു 75 പോയിന്റ് നമ്മൾ കൊടുക്കും ആട് 3ക്ക്. അപ്പൊ നമുക്ക് സിനിമയുടെ റിവ്യൂ ഒക്കെ ഇവിടെ കഴിഞ്ഞു. കൂടുതലൊന്നും എനിക്ക് സിനിമകളെ കുറിച്ച് പറയാനില്ല. വേറൊരു സാധനം ഇറങ്ങിയതായിട്ട് എനിക്കൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞിപ്പെങ്ങളുടെ കല്യാണം. ആരാണ് കുഞ്ഞിപ്പെങ്ങൾ? തൻസീർ കൂത്തുപറമ്പ്, താജുദ്ദീൻ ആദിൽ. അവരെ അറിയാലോ, പണ്ടത്തെ കുഞ്ഞിപ്പെണ്ണിന്റെ ഗ്യാങ്ങിലേക്ക് കുറച്ചേറെ ആളുകൾ എത്തിയതായിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്ന റിപ്പോർട്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ആരാണ് ആ കുഞ്ഞിപ്പെങ്ങൾ? ബാടാ ബാ. ഇപ്പം എത്തല്ലേ ഇങ്ങനെ കാണിച്ചാലേ എനിക്ക് വല്ല കോപ്പറേറ്റ് എടുത്ത് ഞാൻ വലയും. സംസാരങ്ങളൊന്നും വേണ്ട, സംസാരം വേണ്ട, പാട്ടിലോട്ട് വരട്ടെ. അയ്യോ കുഞ്ഞിപ്പെണ്ണിനെ കണ്ടേ. ഈ മുതുക്കിയാണോ കുഞ്ഞിപ്പെണ്ണ്? അയ്യോ അങ്ങനല്ല കേട്ടോ രേണു. എന്നാലും പോയി ഇരിക്കുമ്പോ നമ്മൾ ആലോചിക്കണ്ടേ, കുഞ്ഞമ്മേ തന്നെയാണോ അല്ല കുഞ്ഞിപ്പെണ്ണെന്നാ? കുഞ്ഞിപ്പെങ്ങൾ ചിലപ്പോ ആയിരിക്കും. കനവായിട്ട് കാത്തു ചെയ്യുന്ന അവരുടെ മുന്നിലൊന്ന്. അതെങ്ങനെടാ അല്ലെ ഈ കനവായിട്ട് കാത്തു നിൽക്കുന്ന? മതി. റോഡ് സൈഡിൽ നിന്ന് ഏതോ പെണ്ണുമ്പിള്ളെ വിളിച്ചോണ്ട് വന്ന് പട്ടുപാവാടയും ബ്ലൗസും കൊടുത്ത് അതിനിട്ട് തുള്ളിക്കുക. വേറൊരുത്തൻ അറബിയെ പറയിപ്പിക്കാനായിട്ട്, അറബികളുടെ അപരാധവും കൂടെ കാണിക്കാനായിട്ട് അറബിപ്പണ്ണ്. അയ്യോ ഇതൊക്കെയാണ് ഇവിടുത്തെ ചർച്ചാ വിഷയങ്ങൾ, മറ്റൊന്നുമില്ല. അപ്പൊ ആട് 3 പോയി കാണേണ്ടവർ ആട് 3 കാണുക, എന്നെ കണ്ടോണ്ടിരിക്കേണ്ടവർ എന്നെ കണ്ടോണ്ടിരിക്കുക. കേരള കിട്ടും വിക്കി തക്ക.